പക്ഷെ എമോഷനെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നോക്കാൻ കാരണം എമോഷൻ വളരെ പെട്ടെന്നാണ് ബ്രെയിനെ കുറിച്ചുള്ള പറയുന്നത് അമൈഗ്ഡലയാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്നാണ് പറയുക. അതവിടെയാണ് എമോഷണൽ കൺട്രോൾ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് അത് റിയാക്ട് ചെയ്യും. അപ്പൊ പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അതാണ് എമോഷനെ വിളിക്കുന്നത് എനർജി ഫോർ മോഷൻ. അതാണ് എമോഷൻ എന്ന് പറയുന്നത്. ഒരു എമോഷൻ നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ്. അത് പെട്ടെന്നായിരിക്കും നടത്തുക. ചിന്തിച്ച് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലായിരിക്കും എമോഷനിൽ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ ആക്ഷൻ നമുക്ക് നല്ലതാണ്. പക്ഷെ ആ എമോഷൻ നെഗറ്റീവ് ആണെന്ന് വെച്ചോളൂ, അപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. ഒരു പെട്ടെന്നൊരു മൊമെന്റിൽ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഡിപ്രസ്ഡ് ആയ ഒരു മൊമെന്റ്, അതാണ് അയാളെ കൊണ്ടുപോയി അങ്ങനെ നയിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ്. കാരണം ചിന്ത എമോഷൻസിനെ സ്വാധീനിക്കും. പക്ഷെ എമോഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിനെ നിരീക്ഷിക്കണം എന്നാണ്. ഇതൊരു നിരന്തരമായി ചെയ്താൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കഴിവാണ്. നമ്മളെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകളെ, പെരുമാറ്റങ്ങളായിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ, എമോഷൻസ് ആയിക്കോട്ടെ, ഫിസിയോളജി, ഇതൊക്കെ നമ്മുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെയാണ് ആധികാരികമായി വളരെ ബോധപൂർവം എഫേർട്ട് ഇട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി പുറത്തൊക്കെ ശരിയായിക്കോളും എന്നാണ്.